ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ല ഫ്രണ്ടിൻ്റെ ഒരു 5 ക്വാളിറ്റീസ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ 5 നെഗറ്റീവ് ട്രേറ്റ്സ് ദാറ്റ് യു സീ ഇൻ എ ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ്. ഇതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലോങ് ടേം എനിക്കുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട്, അതിൽ എനിക്ക് നടന്നൊരു സംഭവത്തെ പറ്റിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണമെന്നുള്ളവർക്ക് ഞാൻ അതിനകത്ത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആക്ച്വലി UK ജസ്റ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വളരെ നാളത്തെ സ്കൂളിൽ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് എന്നെ വിസിറ്റ് ചെയ്യാനിടയുണ്ടായി. അപ്പം ആ ആള് ആക്ച്വലി ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പ്ലാൻ ചെയ്തു, ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പം ലണ്ടനല്ലേ, അപ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തു, ഒത്തിരി എന്താ പറയേണ്ടത്, ദിവസങ്ങൾ അതിനായിട്ട് പ്ലാൻ ചെയ്യാൻ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പം ഈ പുള്ളിക്കാരി വന്നു, വിസിറ്റ് ചെയ്തു, പോയി. അപ്പം അതിനെ ചൊല്ലിയിട്ട് ഞാനൊരു വീഡിയോ, അതിൽ നിന്ന് ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫിൽ നമ്മൾക്കൊരു നല്ല സുഹൃത്ത് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ബിക്കോസ് അവർ നമ്മളെ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മളെ അറിയാം, നമ്മളുടെ കൂടെ വളർന്നിട്ടുള്ള സ്കൂൾ ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഒരൊറ്റ റീസണിൻ്റെ ബേസിസിൽ നമുക്ക് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് ടൈം ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ ദ ടൈമിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ ഔട്ട്ലുക്ക് ഓൺ ലൈഫ്, നമ്മൾ വന്ന എക്സ്പീരിയൻസസ് ഒക്കെ നമ്മളെ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ടാവും നമ്മുടെ പേഴ്സണാലിറ്റി. അത് അറിയാണ്ട് നമ്മളെ പലപ്പോഴും ഫ്രണ്ട്സ് നമ്മളെ ഒരു ബോക്സിലോ ഒരു കാറ്റഗറിയിലോ ഒക്കെ ആക്കിയിട്ടായിരിക്കും അവർ ജഡ്ജ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ആ പഴയ ഫ്രണ്ടിനെ നമ്മൾ കാണുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് അതേ സെയിം ആയിരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ മനസ്സിനകത്ത് നമ്മളെ പറ്റിയിട്ടുള്ളൊരു ഇമേജ്, അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് നൈവായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, പെട്ടെന്ന് ചെന്ന് ഒരു കാര്യത്തിൽ ചെന്ന് ചാടുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്ന് വെച്ചിട്ട് നമ്മളിപ്പോഴും അങ്ങനെ ആവണം എന്ന് നമുക്ക് യാതൊരു നിർബന്ധമില്ല. പിന്നെ അങ്ങനെ നമ്മളെപ്പറ്റി ഒരു 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 മുൻവിധിയോടുകൂടി നിൽക്കുന്ന ഫ്രണ്ട്സ് ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ആണോ? അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ പോയിൻ്റ്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെ ഔട്ട്ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും ലൈഫിൽ. അപ്പം അത് പക്ഷേ നമ്മളുടെ പഴയ ബന്ധവും സുഹൃത്ത് ബന്ധവും നമ്മളെ വർഷങ്ങളായിട്ടുള്ള ഒരു ബോണ്ടും വെച്ചിട്ടായിരിക്കും നമ്മൾ അവരെ പിന്നെ അതേ സ്നേഹത്തോടെ ചെന്ന് കാണുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി ഇപ്പോഴും ഒരേ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. സോ അതാണ് ആദ്യത്തെ പോയിൻ്റ്. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പോകെ. കാരണം അവരുടെ മൈൻഡിൽ എപ്പോഴും നമ്മളെ പറ്റിയിട്ട് അതേ സെയിം പാറ്റേണിലായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് ലൈറ്റിംഗ് ഫ്രണ്ട്സ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു അവർ ഹേർട്ട്ഫുൾ ആയിട്ട് എന്തെങ്കിലും നമ്മളോടൊരു കാര്യം പറഞ്ഞു, ആ കാര്യം പറഞ്ഞതിന് ശേഷം നമ്മളതിനെ, ഇപ്പോൾ അത് എത്ര വർഷം ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ നമ്മളെ ഒറ്റയടിക്ക് നമ്മളെ ഹേർട്ട്ഫുള്ളായിട്ട് പറഞ്ഞൊരാളോട് അപ്പോൾ എടുത്തടിച്ചതുപോലെ എല്ലാവരും തിരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ചില ആൾക്കാരുടെ മനസ്സിലത് കാണും. അവർ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഓപ്പോസിറ്റിലുള്ള ആൾ എന്തെങ്കിലും ഒരു റിയലൈസേഷൻ വന്നിട്ട് അവർ നമ്മളുടെ അടുത്ത് അത് വന്ന് പറയുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ സൈലൻസ് കണ്ടിട്ട് അവർ വന്ന് നമ്മളോട് എന്താ ഇപ്പോൾ പഴയതുപോലെ മിണ്ടാത്തത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ പഴയതുപോലെ ഒരടുപ്പം കാണിക്കാത്തത് എന്ന് നമ്മളെ നോട്ടീസ് ചെയ്യുന്നെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നുണ്ടായിരിക്കും. ആ സമയവും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഇനി അവർക്ക് നമ്മളോട് ഇത്രയും നാളായിട്ടും അവർക്കൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ബോതേർഡ് ആവുന്നത് എന്നൊരു തോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും, നമ്മൾ ആ ഒരു കാലാവധി കഴിയുമ്പോഴത്തേക്കും
നമ്മൾ തന്നെ അതിനൊരു ഫൈനൽ കൺക്ലൂഷൻ കാണും, അവർ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി എന്തെങ്കിലും തുറന്നു പറയുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഈ ശരിക്കും ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവരെ ഹേർട്ട് ചെയ്തു എന്നോ അവരെ അറിയാൻ ഇടയായി കഴിഞ്ഞാൽ അവർ വന്നിട്ട് എന്താണ് ചെയ്യുക, അയ്യോ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇത്രയും ഹേർട്ട്ഫുൾ ആയിട്ട് നിന്നോട് പെരുമാറി എന്നുള്ളത്, ഐ എം റിയലി സോറി എന്നവർ അപ്പോളജൈസ് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ്, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമ്മൾ അതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുത്ത് വിളമ്പാൻ തുടങ്ങും. അതായത് നമ്മൾ എപ്പോഴാണ് നമ്മൾ ഹേർട്ടാണ്, നമ്മളൊന്ന് തകർന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു ധൈര്യം പകരുകയോ അല്ലെങ്കിൽ നമ്മളോട് പിന്നെ അപ്പോളജൈസ് ചെയ്യുന്നതിനു പകരം ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റുകളെ മൊത്തം ഡിഫ്ലക്റ്റ് ചെയ്ത് ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് തെറ്റ് നമ്മളുടെ ഭാഗത്താണെന്നും കൂടെ വരുത്തി തീർക്കാൻ നോക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അത് ശരിക്കും നമ്മളുടെ ഒരു ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്നുള്ളത്, ശരിക്കും നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത്? നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളെ ആക്കുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്ന് അതിനൊരു സോറി എങ്കിലും പറയുക എന്നുള്ളത് ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതും കീപ്പ് ചെയ്യാത്ത ആൾക്കാർ നമ്മളെ ഫ്രണ്ടായിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളൊക്കെ കേട്ട് വെച്ചിട്ട് അതിനെ ഒരു കറൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അത് വളരെ എന്താ പറയണ്ടത്, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു ടാക്ടിക്സ് ആണ്. അതായത് നിങ്ങളെ ട്രയാങ്കുലേഷൻ എന്ന് പറയും, നിങ്ങളെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ കണ്ണിൽ കുറയ്ക്കാനോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരിച്ച് അതൊരു കറൻസി ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങളോട് വന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാക്ടിക്കാണ്. അതായത് നിങ്ങളുടെ ആബ്സെൻസിൽ, ഇപ്പം നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങളോട് ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ അവിടെ ആ ഭാഗത്തെല്ലാം ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി ഓ ഇങ്ങനെയാണല്ലേ, നിങ്ങൾ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള കുറ്റവും കുറവും അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് കേൾക്കാനിടയായിട്ടുള്ള ഗോസിപ്പൊക്കെ ഇങ്ങനെ കേട്ട് വെച്ചിട്ട് അവസാനം ഒരവസരം വരുന്ന സമയത്ത് ഇതിനെ മൊത്തം എടുത്ത് നിങ്ങളോട് വിളമ്പുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഇങ്ങനെ കേൾക്കാനിട ഉണ്ടായി എന്ന രീതിയിൽ വന്ന് സംസാരിക്കുന്നത്, അത് വളരെ മോശമായിട്ടുള്ള ഒരു മാനിപ്പുലേറ്റീവ് ട്രേറ്റ് ആണ്. ഇതാണ് എൻ്റെ പോയിന്റ് നമ്പർ 3. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എസ്പെഷ്യലി നമ്മൾ വളർന്നൊരു പോയിന്റിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി ട്രാജഡീസ് ഉണ്ടാകും. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരേ ഒരു റിലേഷനാണ്. നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വെക്കാത്തത്. ബാക്കി എല്ലാത്തിനും നമുക്കൊരു ടാപ്സാണ്. ഇപ്പോൾ പേരൻസിനോടുള്ളതാണെങ്കിൽ നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, റിലേഷൻഷിപ്പിലുള്ളവരോടാണെങ്കിൽ നമുക്കൊരു മിനിമം ഒരു എക്സ്പെക്റ്റേഷൻ കാണും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു റിലേഷനിൽ മാത്രമാണ് നമ്മളതിനെ ട്രാൻസാക്ഷണൽ ആക്കാതെ നോക്കുന്നത്. റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരിക്കലും ടാബ്സ് വെക്കില്ല. അതായത് നീ എനിക്ക് ഇത്രയും ചെയ്തു തന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നീയാണ് എനിക്ക് പേ ചെയ്തത്, അതുകൊണ്ട് ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി പേ ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്ന ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും അവർ എന്തെങ്കിലും ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഒരു അജണ്ടയുടെ ബേസിസിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും അങ്ങനെ ഫ്രണ്ട്സ് ആവണം, എല്ലാവരും അങ്ങനെ തന്നെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്. ചുരുക്കം ചില ആൾക്കാർ ഫ്രണ്ട്ഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷണൽ രീതിയിലാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷണൽ രീതി എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം നമ്മളോട് കൂടെ നിൽക്കും. അങ്ങനെ ഉള്ളത് ശരിക്കും അതൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരേ ഒരു റിലേഷൻ ആണ്. ഈ എന്താ പറയണ്ടത്, ഇങ്ങനെ ഒരു ടാബ്സ് വെക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്ക് പറയാതെ നിൽക്കുന്ന ഒരേ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ള 4ാമത്തെ പോയിന്റ്. അങ്ങനെ കണക്ക് വെച്ച് നിൽക്കുന്ന ആൾക്കാരോട് കണക്ക് വെക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിന് വേണ്ടി മാത്രം, ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രം നിൽക്കുന്നത് ശരിക്കുള്ള ഫ്രണ്ട്സ് അല്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അത് എന്താ പറയണ്ടേ, നിങ്ങളോട് തെറ്റ് ചെയ്തവർ, നിങ്ങളുടെ എക്സ് ആയിരിക്കാം, നിങ്ങളുടെ ശത്രുവായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ പേരൻസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, നിങ്ങളോട് തെറ്റ് ചെയ്ത് നിങ്ങൾ ഇടഞ്ഞു നിൽക്കുന്ന ആൾക്കാരോട് സൗഹൃദം പുലർത്തുന്നവർ ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? അങ്ങനെയുള്ള ആൾക്കാർ
എപ്പോഴും എന്താ പറയുക അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ നടുക്ക് നിൽക്കുന്ന ആൾക്കാർ. അതിപ്പം നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെന്ന് ഇരിക്കട്ടെ, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്, രണ്ടുപേരോടും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടുപേരോടും ക്ലോസ് ആയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പരിചയപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളിൽ കൂടെ നിങ്ങൾ വഴി പരിചയപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും മൂന്നാമതൊരാളെ. ആ വ്യക്തിയായിട്ട് മൂന്നാമതൊരാളുമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു എന്താ പറയണ്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഈ നടുക്ക് നിൽക്കുന്ന ആൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, നിങ്ങൾ വഴിയായിരിക്കും പരിചയപ്പെട്ടത് തന്നെ, അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിൽ അവൾ എന്നോടൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ, അല്ലെ അവൻ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. അപ്പം ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഞാൻ ആ ഇട്ട റീലിന് എനിക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായി. കുറേ പേരെന്നോട് വന്നിട്ട് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ ഒരു സംഭവം വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ വന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നത്. അതിനുള്ള എൻ്റെ മറുപടിയാണ്, അതായത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും നമുക്ക് ഏറ്റുവാങ്ങുന്ന നല്ലതും ചീത്തയും നമ്മുടെ മനസ്സിൽ അത് ഒത്തിരി നാൾ നമ്മുടെ മനസ്സിൽ അത് നിൽക്കും. അതിന് ഇന്ന സമയത്ത് മാത്രമേ ഫീൽ ആകാവുള്ളൂ, ഇന്ന സമയത്ത് മാത്രമേ പറയാവുള്ളൂ, അല്ലെങ്കിൽ അതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇട്ടതാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ശരിക്കും. കാരണം എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒരു മോശം അനുഭവം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവുകയാണ്. അവരുടെ സൈഡിൽ നിന്നാണ് അത് ഒന്ന് അപ്രോച്ച് ചെയ്ത് അപ്പോളജൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ എന്തിന് അതിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് അതിന് വേണ്ടിയിട്ട് അവർ പറയട്ടെ അതുവരെ ഞാനൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് ഐ മൂവ് ഓൺ വിത്ത് മൈ ലൈഫ്. പക്ഷേ വളരെ നാൾ കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് അതിന് ഒരു അക്നോളജ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്?